നമസ്കാരം. വിമാനം തകർന്നു. ഞാനൊരു തീഗോളം കണ്ടു. പിന്നെ അത് പോയി. ജനുവരി 29-ന് റീഗൺ വാഷിംഗ്ടൺ ദേശീയ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ സംസാരത്തിൻ്റെ ശബ്ദശകലമാണിത്. അമേരിക്കയിൽ നടുക്കിയ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും യാത്രാ വിമാനവും തമ്മിലുള്ള കൂട്ടിയിടിയിൽ പൊലിഞ്ഞത് 67 ജീവനുകളാണ്. പോട്ടോമക് നദിയിൽ നിന്ന് 40 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. വിമാനത്തിലെ 60 യാത്രക്കാരും 4 വിമാന ജീവനക്കാരും ഹെലികോപ്റ്ററിലെ 3 പൈലറ്റുമാരും അടക്കം ആരും രക്ഷപ്പെട്ടില്ല. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. അമേരിക്കൻ എയർലൈൻസിന്റെ ഉപസ്ഥാപനമായ അമേരിക്കൻ ഈഗിൾ എയർലൈൻസിന്റെ വിമാനമാണ് ബോംബാർഡിയർ CRJ-700 ഫ്ലൈറ്റ് 5342 എന്നത്. കാനൻസാനിയിലെ വിജുത നഗരത്തിൽ നിന്ന് 2 മണിക്കൂർ 45 മിനിറ്റ് നിർത്താതെ പറന്നു വന്ന വിമാനം വാഷിംഗ്ടൺ വിമാനത്താവളത്തിൽ പറന്നിറക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് 16 മൈൽ അകലെ നിന്ന് വിർജീനിയയിലെ ലാംഗ്ലിക്ക് അടുത്തുള്ള ഫോർട്ട് ബെൽവർ താവളത്തിൽ നിന്ന് പറന്നുയർന്ന സിഗോർസ്കി UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഇടതുവശത്ത് കൂടി നേരെ വന്ന് കൂട്ടിയിടിച്ചത്. ഇപ്പോൾ തകർന്നു വീണ വിമാനവും ഹെലികോപ്റ്ററും മഞ്ഞുറഞ്ഞ് പോട്ടോമക് നദിയിൽ ആണ്ടുകിടക്കുകയാണ്. 15 വർഷത്തിനിടെ US-ൽ സംഭവിച്ച ഏറ്റവും വലിയ വ്യോമ ദുരന്തത്തിന്റെ കാരണം അന്വേഷിക്കുകയാണ് അധികൃതർ. അതേസമയം സാധാരണക്കാരായ അമേരിക്കക്കാർ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ആശങ്കപ്പെടുന്നത്. യാത്രാ വിമാനങ്ങളിലെല്ലാം വാലറ്റത്ത് സ്ട്രോബ് നാവിഗേഷൻ ലൈറ്റുകളുണ്ട്. ഇടതുവശത്ത് ചുവപ്പ്, വലതുവശത്ത് പച്ച. വിമാനത്തിന്റെ ഉടലിന് മുകളിൽ ചുവന്ന ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുന്നത് മേഖലയിലെ മറ്റു വിമാനങ്ങൾക്ക് ജാഗ്രതാ സന്ദേശം നൽകാനാണ്. ഇത്രയും സിഗ്നലുകൾ വിമാനത്തിനുണ്ടായിട്ടും സൈനിക ഹെലികോപ്റ്റർ എങ്ങനെ കാണാതെ പോയി? ഹെലികോപ്റ്റർ പൈലറ്റുമാർ നല്ല അനുഭവ പരിചയം ഉണ്ടായിരുന്നവരാണെന്നും അവർ നൈറ്റ് വിഷൻ ഗോഗിൾസ് ഉപയോഗിച്ചിരുന്നുവെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. നൈറ്റ് വിഷൻ ഗോഗിളുകൾ പൈലറ്റിന്റെ ദൃശ്യപരിധി കുറച്ചിരിക്കാമെന്ന് US പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. വാഷിംഗ്ടൺ DC പോലൊരു വൻ നഗരത്തിലെ വെളിച്ചപ്രളയത്തിൽ വിമാനത്തിന്റെ ലൈറ്റുകൾ ഒരുപക്ഷെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റുമാർ കണ്ടിരിക്കില്ലെന്നാണ് ബ്ലാക്ക് ഹോക്ക് പറത്തി പരിചയമുള്ള മുൻ സൈനിക പൈലറ്റ് വിശദീകരിക്കുന്നത്. ഒഴിവാക്കാമായിരുന്ന അപകടമെന്നാണ് ഗതാഗത സെക്രട്ടറി സീൻ ഡഫ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ എയർലൈൻസ് ആകട്ടെ സൈനിക ഹെലികോപ്റ്റർ ദിശ തെറ്റി വന്ന് ഇടിക്കാൻ കാരണമായി പഴിക്കുന്നത് ചോപ്പറിന്റെ പൈലറ്റിനെയാണ്. സൈനിക ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടെ ഇരുട്ടിന്റെ മറവിൽ എതിർദിശയിൽ വന്ന് നേരെ വിമാനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇരുകൂട്ടരും മറ്റുള്ളയാളുടെ വരവ് അറിഞ്ഞില്ല. വിമാനത്തിന്റെ ദിശയിൽ എന്തുകൊണ്ട് ചോപ്പർ വന്നുവെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ല. അമേരിക്കൻ എയർലൈൻസ് ചീഫ് എക്സിക്യൂട്ടീവ് റോബർട്ട് ഇസം പറഞ്ഞു. അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന ട്രംപിന്റെ അഭിപ്രായത്തോട് ഗതാഗത സെക്രട്ടറി സീൻ ഡഫി യോജിച്ചു. ആശയവിനിമയ തകരാറുണ്ടായെന്ന് പറയാനാവില്ല. വിമാനം ആ മേഖലയിലുണ്ടെന്ന് ഹെലികോപ്റ്ററിന് ധാരണയുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇതുവരെ കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോൾ ഒഴിവാക്കാമായിരുന്ന അപകടം തന്നെയെന്ന് സീൻ ഡഫി പ്രതികരിച്ചു. ഹെലികോപ്റ്ററും വിമാനവും സ്റ്റാൻഡേർഡ് ഫ്ലൈറ്റ് പാറ്റേണിലാണ് പറന്നുകൊണ്ടിരുന്നത്. അസാധാരണമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഡഫി പറഞ്ഞു. അപകട സമയത്ത് DCA കൺട്രോൾ ടവറിലെ ജീവനക്കാരുടെ എണ്ണം ട്രാഫിക്കിന് ആനുപാതികമായിരുന്നില്ലെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രാഥമിക സുരക്ഷാ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ FFAയുടെ തലപ്പത്ത് ആരുമില്ല എന്നതും ശ്രദ്ധേയമാണ്. DCA എയർ ട്രാഫിക് കൺട്രോളർമാർ ബ്ലാക്ക് ഹോക്ക് പൈലറ്റുമാരുമായി സംസാരിച്ചതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ലഭ്യമായിട്ടുണ്ട്. കൂട്ടിയിടിക്ക് 30 സെക്കൻഡിന് മുമ്പാണ് വിമാനം കാണുന്നില്ല എന്ന് ബ്ലാക്ക് ഹോക്ക് ചോപ്പർ പൈലറ്റുകളോട് കൺട്രോളർ ചോദിച്ചത്. 30 സെക്കൻഡ് മുന്നറിയിപ്പ് നൽകാൻ പര്യാപ്തമായ സമയം അല്ലെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അപകടത്തിന് തൊട്ടുമുമ്പ് ഒരു എയർ ട്രാഫിക് കൺട്രോളറെ ഡ്യൂട്ടി സമയം തീരുന്നതിന് മുന്നേ പോകാൻ അനുവദിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതോടെ ഹെലികോപ്റ്റർ ട്രാഫിക്കും വിമാന ട്രാഫിക്കും ഒരു എയർ ട്രാഫിക് കൺട്രോളർക്ക് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഇത് 2 പേർ ചെയ്യേണ്ടെന്ന ജോലിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സാധാരണഗതിയിൽ രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെ ഇത്തരം ജോലികൾ 2 പേരാണ് കൈകാര്യം ചെയ്യാറുള്ളത്. രാത്രി 9:30ഓടെയാണ് ട്രാഫിക് കുറയുകയും എയർ ട്രാഫിക് കൺട്രോളർ ഒരാളായി ചുരുങ്ങുകയും ചെയ്യുന്നത്. അപകട ദിവസം ഒരു എയർ ട്രാഫിക് കൺട്രോളറെ എന്തുകൊണ്ട് നേരത്തെ പോകാൻ സൂപ്പർവൈസർ അനുവദിച്ചു എന്ന ചോദ്യവും ഉയർന്നു. 3 സൈനികർ നിയന്ത്രിച്ച ഹെലികോപ്റ്റർ എയർ ട്രാഫിക് കൺട്രോൾ അനുവദിച്ച പാതയിൽ നിന്ന് ദിശ മാറിയിരിക്കാമെന്നും പറയുന്നു. ബ്ലാക്ക് ഹോക്കിന്റെ സഞ്ചാരപഥം അംഗീകൃത റൂട്ടിലായിരുന്നില്ലെന്നും അനുവദിച്ചിരുന്നതിനേക്കാൾ ഉയരത്തിലാണ് പറന്നിരുന്നതെന്നും റിപ്പോർട്ടുണ്ട്. പോട്ടോമക് നദിയുടെ കിഴക്കൻ ഭാഗത്ത് കൂടി 200 അടി ഉയരത്തിൽ പറക്കരുതെന്നാണ് ബ്ലാക്ക് ഹോക്കിന് നിർദ്ദേശം നൽകിയിരുന്നത്. അപകടം നടക്കുമ്പോൾ ചോപ്പർ 300 അടിക്ക് മേലെയായിരുന്നു. മുമ്പും ഈ മേഖലയിൽ പറന്നു പരിചയമുള്ള സൈനിക ഹെലികോപ്റ്റർ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് അമ്പരപ്പുണ്ടാക്കുകയാണ്.